നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഖത്തറിലേക്കാണ്. ഖത്തറിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഹമാസ് ഇസ്രായേൽ ചർച്ചകൾക്ക് ഏറ്റവും അധികം മധ്യസ്ഥത വഹിച്ചിട്ടുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഖത്തറിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണിത്. ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ആലോചിക്കണം, മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതും ഖത്തർ പോലെയുള്ള ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേലിന്റെ ഒഫീഷ്യൽസും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ഈ ചർച്ചയ്ക്കായി വരുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അത്തരം ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ആക്രമണത്തിൽ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത് കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ നാശനഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖത്തർ പോലെ ഒരു രാജ്യത്ത് എന്ത് അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ സമയത്ത് ആയത്തുള്ള അലി ഖംനായി, അതായത് ഇറാന്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള ആയത്തുള്ള അലി ഖംനായി പറഞ്ഞ ഒരു വാക്യം, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അത് വളരെയധികം പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അമേരിക്ക ഈ ഒരു കാര്യത്തിൽ, അതായത് ഇസ്രായേലിന്റെ ഈ ഒരു ഖത്തറിലേക്കുള്ള ആക്രമണത്തിന്റെ കാര്യത്തെക്കുറിച്ച് തങ്ങൾക്കൊന്നും തന്നെ അറിയില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു ആക്രമണത്തെ ഭീരുത്വം എന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത്. ഖത്തർ പറയുന്നത് ഈ ഒരു ആക്രമണം ഞങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും അന്തർദേശീയ നിയമങ്ങൾക്കും വെല്ലുവിളി ഉയർത്തുന്നതാണ് എന്നാണ് ഖത്തർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളും ഈ ഒരു സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അറബ് രാജ്യങ്ങളാണ് ഈ ഒരു ഇൻസിഡന്റിനെ അപലപിച്ച് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. അൽ ജസീറയാണ് ഇത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് വരുന്നത്. അതായത് ഖത്തർ ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ അവയെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം തന്നെ ഖത്തർ നിർത്തിവെച്ചിരിക്കുന്നത്. ഹമാസിന്റെ കൈവശം ഇപ്പോഴും ഇസ്രായേലി ബന്ദികളുണ്ട്. അവരുടെ മോചനം അത് സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന ഇത്തരം ചർച്ചകൾ അത് ഫലവത്താകണം. അതുപോലെ തന്നെയാണ് വെടിനിർത്തലിന്റെ കാര്യത്തിലും ഖത്തറാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ മധ്യസ്ഥത വഹിച്ചിരുന്നത്. അതായത് ആകെ മൊത്തം ഖത്തറിന്റെ ഒരു മധ്യസ്ഥ ശ്രമങ്ങളായിരുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരത്തിലുള്ള ഒരു രാജ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളാണ്. അതായത് ഇത്ര നാളായിട്ടും തങ്ങളുടെ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെതിരെ അവർ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ ഇസ്രായേലിനകത്ത് തന്നെ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആക്രമണത്തോടു കൂടി തന്നെ അത്തരം ശ്രമങ്ങൾക്ക് ഇപ്പോൾ ഒരു അനിശ്ചിതത്വമായിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ ഈ ഒരു നടപടിക്കെതിരെ ഇസ്രായേലിൽ തന്നെ പ്രതിഷേധം ഉയർന്നേക്കാം. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ആക്രമണത്തിനെതിരെ ഖത്തർ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും അപലപനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.